മോനെ കൺഗ്രാറ്റ്സ് ദാ. താങ്ക്സ്. അശോക് കൺഗ്രാറ്റ്സ്. ഗംഭീരമായിട്ട് നന്നായി. താങ്ക് യു. ബാ ആശീർവാദം വാങ്ങിക്കോ. സൂരി അനുഗ്രഹിക്ക്. സാധന, നിന്റെ ഭർത്താവ് എന്താ വരാതിരുന്നേന്ന് ഒരാളെങ്കിലും ചോദിച്ചായിരുന്നോ? അയ്യോ മോളെ, എനിക്ക് ചെറിയൊരു പീസ് മതി കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് അശോക്. നിന്റെ അനിയത്തി BAMS കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അവൾക്കിപ്പോ ഒരു ജോലിയുമായി. നീയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ CEOയുമായി. ഈ വലിയ വീടും നിന്റെ പേരിലായി കഴിഞ്ഞിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നന്നായി വരും. താങ്ക് യു മേമേ. ആഹാ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എത്ര നല്ല സുഭാഷിണിയാണ് ഇവള്. നമ്മളൊക്കെ പൊട്ടന്മാര്. വലിയ ഗൂഗിളി മാസ്റ്ററാ. അല്ലാച്ചാ, ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അശോക്, നീയും ഓക്കെ അല്ലേ? എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് ഓക്കെ ആക്കാം. നീ എല്ലാം നോക്കി അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞ അത് മതി മോളെ. ഈ വീട് ഇത്ര നല്ല സുന്ദരമാക്കിയില്ലേ? പിന്നെ നമ്മുടെ അശോകിന് കൊടുക്കേണ്ട വീടാവുമ്പോ ഇത്രയൊക്കെ ചെയ്യണ്ടേ നമ്മള്? വിശ്വ, വീട് കാണാൻ എങ്ങനെയുണ്ട്? നീയൊന്നും പറഞ്ഞില്ലല്ലോ. ഭാർഗവ്, ആ ഡൈനിങ് ടേബിൾ കണ്ടില്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അത് ബ്യൂട്ടിഫുൾ, കിടിലൻ, നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നെ നീ നാണം കെടുത്തിയല്ലേ? അനുഭവിക്കും. ഇവന് വേദനിച്ച അവക്ക് വേദനിക്കുവോ? ആവട്ടെ. ഈ രുദ്രപ്രതാപ് ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഏയ്, എന്തിനാടാ ചിരിച്ചത്? കേട്ടോ, എനിക്ക് കാര്യങ്ങളൊരു കിടപ്പോശങ്ങൾ കിട്ടിയിട്ടുണ്ടേ. എന്ത് കാര്യം? നിങ്ങള് വലിയ ലോയറാണെന്നല്ലേ നിങ്ങളെ പറ്റി പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു ലോയർ അല്ല എന്നുള്ള കാര്യം ഇവിടെ ഉള്ളവർക്ക് മൊത്തം പിടികിട്ടിയിരിക്കണ്. എന്ത് സത്യത്തിന്റെ കാര്യമാടാ? വേണമെങ്കിൽ ഞാൻ എന്റെ വായകൾ അടക്കാൻ ചേട്ടാ. പക്ഷേ ഈ ലോകത്തെ മൊത്തം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇത്രയും കാലം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആ കള്ളം, അത് വെറും കള്ളമാണെന്നുള്ള സത്യം എല്ലാവർക്കും പിടികിട്ടിയിരിക്കണ്. സാറൊന്ന് ശ്രദ്ധിച്ച കേട്ടാ. ഇത്രയും നേരമായിട്ട് ആ മനുഷ്യൻ എന്നെ വിളിച്ചത് പോലുമില്ലല്ലോ. പറഞ്ഞതൊന്നും ഇത്രയും കാലമായിട്ട് മനസ്സിലായിട്ടില്ലേ? ഓ, ഇവന് ഇത്രയും വലിയ ട്യൂബ്ലൈറ്റ് ആണോ? ഓഫീസിലെ COO, പക്ഷെ ഈ ലവ് സ്റ്റോറിയില് വെറും 0. ഇല്ല, ഇപ്പോഴത്തെ കാലത്തെ ആൺകുട്ടികള് നല്ല പഠിച്ച കള്ളന്മാരാ. ഞങ്ങളുടെ പെണ്ണുങ്ങൾ എങ്ങനെയാ അവരെ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യാ? അവർക്ക് പക്ഷേ എല്ലാം പെണ്ണുങ്ങൾ അങ്ങോട്ട് ചെന്ന് പറയണമെന്നുള്ള എക്സ്പെക്ടേഷനാ. അപ്പൊ എന്റെ ചെറുക്കന് ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കോ? അതുകൊണ്ട് ഞാൻ അവനോട് എന്തു പറയാൻ ശ്രമിച്ചാലും ഒന്നും മനസ്സിലാകാത്ത പോലെ എന്നെ ചിലപ്പോ കളിപ്പിക്കുന്നതായിരിക്കും. ഓ, ചിലപ്പോ പാവമായിട്ടൊക്കെ തോന്നും, ചിലപ്പോ കുറുക്കനായിട്ടും തോന്നാറുണ്ട്. കോൾ ചെയ്തില്ലെങ്കിൽ വേണ്ട, അറ്റ്ലീസ്റ്റ് എനിക്കൊരു മെസ്സേജ് എങ്കിലും അയച്ചൂടെ? എന്നെ കുറിച്ച് അവനൊന്നും ഓർക്കാറ് പോലും ഇല്ലേ? ഓ ഗോഡ്, ഏത് കാട്ടിലെ സന്യാസി ഞാൻ ഈ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നേ? എന്നെ പോലെ ഒരു ക്യൂട്ട് കുട്ടി പുറകെ നടക്കുന്നതിന്റെ അഹങ്കാരം അവന്.
പാവം അവനെ അളന്ന് തൂക്കിയാൽ പോലും ഒരു പൊടി അഹങ്കാരം പോലും അവന് കാണില്ല. മടിക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് വിളിച്ചു നോക്കാം. കോൾ എടുക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ബിസിയായോ ഇവൻ? എന്താണ് നീ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? പുതിയ വീട്ടിലേക്ക് വന്നല്ലേ, നീ ഒന്ന് ഹാപ്പി ആയിട്ട് നിന്നേ. ആ വേണ്ടെന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ നീ തന്നിട്ടുണ്ടോ എനിക്ക്? ഇത്ര വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് എന്താ ചെയ്യണ്ടേ? ഇവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എനിക്ക് ഓക്കെ ആയിരുന്നു. ഇതൊക്കെ ഒരിത്തിരി ഓവറല്ലടാ. ആയിക്കോട്ടെ, നിനക്കേ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ നിനക്കൊരു കൂട്ട് കണ്ടെത്തിയെങ്കിൽ കൊണ്ടുവന്നേക്ക്. എന്ത് പറയുന്നടാ അശോക? മോളെ അഞ്ജലി, നിനക്കൊരു ചേടത്തി വന്ന അങ്ങനെ ശരിയാവില്ലേ? സൂപ്പർ ഐഡിയ മുത്തശ്ശ, പെർഫെക്റ്റ് ഐഡിയ. പുതിയൊരു വീടാകുമ്പോ അവിടെ വരവേൽക്കാൻ ഒരു മിസ്സിസ് കൂടെ വേണ്ടേ? എന്താടി അഞ്ജു? ചേട്ടന്റെ കല്യാണമാണെന്ന് കേൾക്കുമ്പോ സന്തോഷം തോന്നാത്ത അനിയത്തിമാരുണ്ടോ? എടാ അശോക, ദേ ഇവിടെ എല്ലാരും ഓക്കെ പറഞ്ഞു കേട്ടോ. ഇതിലും നല്ല ചാൻസ് ഇനി കിട്ടില്ല കേട്ടോ. എടാ നീ മിണ്ടാതിരുന്നു. നീ എന്തിനാടാ എന്നോട് ദേഷ്യപ്പെടുന്നേ? നിന്റെ കല്യാണം എന്ന് പറഞ്ഞ ചെറിയ കാര്യമാ. നീ ഇവിടെ ഒറ്റയ്ക്ക് അവതരിക്കാൻ വേണ്ടിയല്ലേ? എടാ വേണ്ടടാ. ഏയ് ഒന്നങ്ങ് തന്നാലുണ്ടല്ല. നിന്റെ കല്യാണക്കാരൻ പറഞ്ഞാ അവൻ കുണിങ്ങിക്കൊണ്ടിരിക്കും, അവന്റെ കല്യാണക്കാരൻ പറഞ്ഞാൽ നീ കുണിങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ ടാലിയായി. രണ്ടും വലിയ കള്ളന്മാരാ. സൂരി, നിങ്ങൾ ആദ്യം രാമിന്റെ കല്യാണത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യുക. എനിക്കൊരു അനീതിയുണ്ട്, അവരുടെ ലൈഫ് ആദ്യം സെറ്റിൽ ആക്കണം. കല്യാണത്തിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. സെറ്റിൽ ആവാൻ എന്താ ഉള്ളത്? എനിക്കിപ്പോ ഒരു ജോലിയുണ്ട്, നീ ആദ്യം കെട്ടാൻ നോക്ക്. കറക്റ്റ്, ശരിയാ മോളെ. അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്റെ അനിയത്തിയുടെ കല്യാണം നടത്താം. ഈ പറഞ്ഞത് പോയിന്റ് മുത്തശ്ശ. ചുരുക്കി പറഞ്ഞ നമ്മുടെ വീട്ടിൽ കല്യാണ സീസൺ തുടങ്ങിയെന്നർത്ഥം. 3 പേരും മാച്ചിന് ഒരുങ്ങി നിൽക്കുക. നമുക്ക് കാണാലോ ആദ്യം വീഴുന്ന വിക്കറ്റ് ആരുടെയാന്ന്. ഭാർഗവി, നോക്കുമോളെ, ഇനി നമുക്കിവിടെ 3 കല്യാണം നടത്താനുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നിനക്കാ. എല്ലാം നീ തന്നെ നോക്കിയേക്കണേ മോളെ. ഓഫ് കോഴ്സ് അച്ഛാ, അച്ഛൻ പറഞ്ഞതല്ലേ, നടത്താം. സീതമ്മ, നീ എന്നെ ചീത്ത പറയില്ലല്ലോ? എന്തിന്? സീതമ്മ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ DP നോക്കിയിരുന്നു. ഞാൻ വേണമെന്ന് വെച്ച് വിളിച്ചതല്ല, ഓട്ടോമാറ്റിക്കലി പോയി. ആർക്ക്? നീ ഫസ്റ്റ് ചീത്ത പറയില്ലെന്ന് പറ. അത് മാത്രാണോ എന്റെ ജോലി? നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ വഴക്ക് പറയും, അല്ലെങ്കിൽ പറയില്ല. കണ്ടോ കണ്ടോ, നിനക്ക് ദേഷ്യം വന്നു. ഓ സോറി, ഇത് ദേഷ്യാണെന്ന് എനിക്ക് അറിയായിരുന്നില്ല. നീ കാര്യം എന്താന്ന് പറ. ആർക്ക് ഫോൺ ചെയ്തേ? എന്റെ ഫ്രണ്ടിന്. ഗോഡ് പ്രോമിസ് സീതമ്മ, ഞാൻ വേണമെന്ന് വെച്ച് വിളിച്ചതല്ല. എന്റെ ഫ്രണ്ട് റിതന്നയ്ക്ക് കോൾ ചെയ്യാൻ പോയതാ. എന്റെ ഫ്രണ്ട് റാമിനെ ചെയ്തു. RR സെയിം ലെറ്റർ അല്ലേ? നീ നന്നായിട്ട് കഥ പറയാൻ പഠിച്ചിട്ടുണ്ടല്ലോ. വഴക്ക് പറയാണല്ലേ? അല്ല മോളെ, എന്നാലും ഞാനറിയാതെ അപ്പ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലേ. മാമാട്ടിക്കുട്ടി അമ്മ. മാമാട്ടി കുട്ടിയമ്മ ആരാ? അത് മാമാട്ടിക്കുട്ടി അമ്മയാ മോളെ. നീ മിടുക്കി കുട്ടിയാണെന്ന്. സീതമ്മ, എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു നല്ല കുട്ടിയായിട്ട് സീതമ്മയുടെ മുന്നിൽ എണ്ണ ഇട്ട് തരാനിരിക്കാൻ. എല്ലാ കുട്ടികൾക്കും അവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് എണ്ണ ഇട്ട് തരാൻ ഭാഗ്യം ഉണ്ടാവില്ലെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞു. ഐ മിസ് ദാറ്റ് എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പാവല്ലേ. നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു എന്റെ ഫ്രണ്ട് പാവായിരുന്നു എന്ന്. സത്യമായിട്ട് നിന്റെ ഫ്രണ്ട് പാവാ മോളെ. അമ്മയില്ലാതെ വളർന്നവനാ. അമ്മയെ അവന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. നിന്റെ ഫ്രണ്ട് ശരിക്കും നല്ലവനാ. ഞാൻ അവന്റെ മനസ്സ് വേദനിപ്പിച്ചു എന്നുള്ള ഗിൽറ്റ് എനിക്ക് ശരിക്കും ഉണ്ട്.
മോളെ. പേരിന് ചേർന്ന ആളാണെന്നാ പറഞ്ഞേ. അവന്റെ പേര് റാം, ശ്രീരാമചന്ദ്രൻ അഥവാ മര്യാദ പുരുഷോത്തമൻ. അതേപോലെ തന്നെ ആ വ്യക്തിയും വളരെ നല്ലവനാ. ഒരാളെക്കുറിച്ചും മോശമായിട്ടവൻ ഒന്നും ചിന്തിക്കില്ല. നമ്മുടെ ഭാഗ്യമാണെന്ന് തോന്നുന്നു നമ്മളോട് അവൻ ഇത്രയും അടുപ്പം കാണിക്കുന്നത്. നീ ശരിക്കും ഭാഗ്യം ചെയ്ത കുട്ടിയാണ് സിഹി. റാമിന് നിന്നെ അത്രയ്ക്കിഷ്ടാണ്. നമ്മൾ ചിലപ്പോ പറയാറില്ലേ, പൂവിനോടൊപ്പം വീരം സ്വർഗത്തിലെത്തുമെന്ന്. അതുപോലെ നീ കാരണം എനിക്കും ആ ഫ്രണ്ട്ഷിപ്പ് കിട്ടി. ഫ്രണ്ട്, സീതമ്മ എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായില്ലല്ലോ. നീ തന്നെ കേട്ടോ. കുഞ്ഞേ, നീ ഓക്കെയല്ലേ? ആദ്യം നിന്റെ കല്യാണം. അല്ല മുത്തശ്ശ, ആദ്യം ഏട്ടന്റെ. ഇവൻ എന്നെക്കാളും പ്രായമുണ്ട്. ശരിക്കും എന്നെ കല്യാണ പ്രായം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്റെ തെറ്റാ മോളെ. ഇവന്റെ ജീവിതം കമ്പനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാ. ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഞാനത് അവനെ പറഞ്ഞ് മനസ്സിലാക്കണായിരുന്നു മോളെ. സുരേ, അശോക, നീ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. നിനക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അല്ല അശോക്, ഈ വീട്ടിലേക്ക് കാലെടുത്ത് വച്ചപ്പോ തന്നെ നിന്റെ ഭാഗ്യം അങ്ങ് ഉദിച്ചല്ലോടാ. ചിലപ്പോ നിന്റെ കല്യാണം പെട്ടെന്ന് തന്നെ കഴിയുമായിരിക്കും, പറയാൻ പറ്റില്ല. ഇനി ആരേലൊക്കെ വന്ന് നിന്നോട് ഏത് കുടുംബത്തിലാണെന്ന് ചോദിച്ചാ ധൈര്യമായിട്ട് പറ, നീ ദേശായി കുടുംബത്തിലാന്ന്. ആർക്കും ഡൗട്ടൊന്നും വരില്ല. കണ്ടോ, നിന്റെ കുടുംബത്തിന്റെ 4 ദിക്കിലും ദേശായി കുടുംബക്കാരാ ഉള്ളത്. ഈ വീടിന്റെ ശ്രീരക്ഷ നിങ്ങളുടെ മേലെ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലേ അപ്പു? എന്താ മേമ ശ്രീരക്ഷ എന്നൊക്കെ? ഹീസ് മൈ ഫാമിലി. അവൻ എന്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചില്ല എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ആഹാ, നല്ല കിടിലൻ യോർക്കർ. പ്രശംസിച്ചതൊക്കെ മതി. ആരെങ്കിലും കുറച്ച് കോഫി കൊണ്ടെത്താ. നീ വേണ്ട മോളെ, നീ അവിടെ നിൽക്കി. സാധന വേണ്ട വേണ്ട വേണ്ട. ഭാർഗവി, ഞാൻ കൊണ്ടുവരാച്ചാ. എനിക്കിത്തിരി സ്ട്രോങ്. Excuse me. അവന്റെ പേര് ശ്രീരാമചന്ദ്രൻ അഥവാ മര്യാദ പുരുഷോത്തമൻ. അതേപോലെ ആ വ്യക്തിയും വളരെ നല്ലവനാ. ഒരാളെ കുറിച്ചും മോശമായിട്ട് അവൻ ഒന്നും ചിന്തിക്കില്ല. നമ്മുടെ ഭാഗ്യമാണെന്ന് തോന്നുന്നു അവൻ നമ്മളോട് ഇത്രയും അടുപ്പം കാണിക്കുന്നത്. നീ ശരിക്കും ഭാഗ്യം ചെയ്ത കുട്ടിയാണ് സിഹി. റാമന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. സീരിയസ്ലി അവൾ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അവൾക്ക് രാമനെ ഒരുപാട് ഇഷ്ടമാ. എന്നെ രാമനുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. താങ്ക് യു സോ മച്ച് സീമോളെ, ഈ റെക്കോർഡ് എനിക്ക് അയച്ചു തന്നെ. ആരോടെ ഫോണില്? എന്റെ ഫ്രണ്ട്. ചോദിക്കു സൂരി, ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ? അത് നീ എന്തിനാടാ ചോദിക്കുന്നേ? പ്രിയതമയുടെ പ്രേമ സന്ദേശം. ഒന്ന് പോകുന്നുണ്ടോ? പോകുന്നതിന് മുൻപ് നിന്റെ കല്യാണം കണ്ടിട്ട് ഞാൻ പോകും. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ, ഐ ലൈക്ക് ഇറ്റ്. ഞാൻ ദുഃഖിച്ചിരിക്കുക, അടങ്ങിയിരിക്കും.
ഈ രാമനൊരു സീതയെ അന്വേഷിച്ച് നടക്കുന്ന കാര്യം പതുക്കെ പറഞ്ഞ പോരെ. വീട്ടിലൊരു മണ്ടരി ഉണ്ട്. നിന്റെ എല്ലാ അവധിയും കഴിഞ്ഞു. ഇനി നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി ഇത് കേട്ടോ, ലോകത്തിൽ ഒരു മുത്തശ്ശനും ഇതുപോലെയൊന്നും കാത്തിരിക്കത്തില്ല പേരക്കുട്ടിയുടെ കല്യാണത്തിനും. കറക്റ്റായിട്ടാ പറഞ്ഞു സൂരി. നീ ഒന്ന് അടിച്ചു കയറി വാ, അടിച്ചു കയറി വാ. ഒന്നും മിണ്ടായിരിക്കണം അവിടെ. കണ്ടോ, നീ ഞങ്ങളുടെ വായടപ്പിക്കാൻ നോക്കല്ലേ. ശരി. ഹേയ് പാവല്ലടാ സൂരി. ഹേയ്, നിങ്ങളുടെ സ്കീം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ടോപ്പിക് അതൊന്ന് വിട്ടേ മതിയേക്ക്. ശരി മോനെ, ഞങ്ങളിതൊക്കെ വിട്ടോളാം. സീതയോട് പോയി നീ എന്ന് പറയൂ. മുത്തശ്ശ, എന്തിനാ നിങ്ങൾ ഈ ചെറിയൊരു കാര്യം ഒരു വലിയ ഇവന്റ് ഓർഗനൈസേഷൻ പോലെ എല്ലാവരെയും അറിയിക്കാൻ പോകുന്നേ? ഒന്ന് പതുക്കെ പറ. സീതയോട് നീ എന്ന് പോയി പറയുമെന്ന് പറയൂ. ഓ, ഈ കാര്യം പ്രൈവറ്റ് ആണല്ലോ അല്ലേ? ഡേറ്റ് എന്നാ ഡേറ്റ് എന്ന് പറ. ഡേറ്റ് ഒന്നും പറയാനായിട്ട് പറ്റില്ല മുത്തശ്ശ. വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ഓക്കെ ആണോ? എന്താ ചോദിക്കാൻ? വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ. എടാ എന്നെ വിട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി മാറി, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഈ പ്രാവശ്യം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിന്റെ കാര്യം കഷ്ടസാധന. നിനക്ക് നിന്റേതായ ഒരു കുടുംബമുണ്ട്, അമ്മയാകാനുള്ള ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ കണ്ടോ, ആ അശോകിന്റെയും അവന്റെ അനിയത്തിയുടെയും കല്യാണം വരെ എത്തി. അച്ഛന് ശ്രദ്ധിച്ചോ? അവന്റെ അനിയത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടും വേണ്ട ഭാർഗവി, നീ പോയി ഉണ്ടാക്കുന്നാണ് അച്ഛൻ പറഞ്ഞത്. വേറെ ആളുടെ വീട്ടിൽ ചെന്നാലും അവിടത്തെ ജോലി നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെയൊക്കെ വിധി. എന്ത് ചെയ്യാനാ ചേച്ചി, എല്ലാം നമ്മുടെ തലയിലെഴുത്ത്. നീ എന്തീ പറയുന്ന സാധന? ആ 2 അനാഥകൾക്ക് ഈ വീട് എഴുതി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞത് കേട്ടില്ലേ? നമുക്കത് പൊള്ളില്ലേ? തലവരാന്നും പറഞ്ഞിവിടെ ഇരുന്നാ ഒന്നും നടക്കില്ല. കാലിലൊരു മുള്ള് തറച്ച് അത് എടുക്കാതെ നടക്കുന്നത് മഹാവിഡ്ഢിത്തരമാണ് സാധന. കുറഞ്ഞ പക്ഷം എനിക്കെന്റെ വിഷമം ഇങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റണ്ടേ? അശോക്, ഇതാ. താങ്ക് യു. അഞ്ജലി, ഇതാ. മേമ ആദ്യം മുത്തശ്ശിന് കൊടുക്ക, ഞാൻ അത് കഴിഞ്ഞ് കുടിച്ചോളാം. അഞ്ജലി, ഇത് നിങ്ങളുടെ വീടാ. ഇവിടെ നിങ്ങളാ സ്പെഷ്യല്. എന്നാ കുടിക്ക. പഞ്ചസാര ഇട്ടിട്ടില്ല അച്ഛാ. റാം, ചെറിയച്ഛൻ എന്തേ മേമ? ചെറിയച്ഛൻ എന്താ മേമനോട് ഇങ്ങോട്ട് വരാഞ്ഞത്? അതെ സാധന, നിനക്ക് സത്യം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. എനിക്ക് നല്ലൊരു പാർട്ട്ണർ ആവുമായിരുന്നു. ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നത് എന്തിനാടാ? വീട്ടിലെല്ലാവരെയൊക്കെ വിളിക്കണോ? നമ്മുടെ കൂടെ വരണമായിരുന്നു. കുടിക്കാൻ തന്നെ കുടിക്ക. അതിൽ ഉപ്പല്ലേ ഇട്ടത്? വെറുതെ എന്തിനാ അത് കുടിക്കുന്നേ? ഉപ്പ് മാത്രമല്ല, വിഷം കലർത്തിയാലും ഞാൻ കുടിക്കും.
എന്താ മോളെ കുടിക്കാത്ത എന്താ? കോഫി നന്നായില്ലേ? അല്ലെങ്കിൽ ആയുർവേദത്തിലെ കഷായം മാത്രമേ നിനക്ക് പറ്റുള്ളൂ. സുരി, അതല്ല, കോഫി വളരെ നന്നായിട്ടുണ്ട്. ചൂടല്ലേ, അതുകൊണ്ടാ കുടിക്കാത്തെ. ഒന്ന് ആറി കഴിഞ്ഞാൽ കുടിച്ചോളൂ. ആ കോഫി തന്നെ എന്തിനാ? താടാ. ഞാൻ കുടിച്ചതാടാ. അത് കുഴപ്പമില്ല. ഏയ്, പോയി. ഹൂ മേക്ക് ദിസ് കോഫി? ഇത് ആരുണ്ടാക്കിയെന്ന് പറ. അപ്പോ എന്തുണ്ടായത്? മേമ ഉണ്ടാക്കിയതാ അതോ മേമയാണ് ഉണ്ടാക്കിയത്? ഒന്ന് അടങ്ങിയിരിക്കേ. മിണ്ടാതിരുന്നോ കേട്ടോ. പറയാനാ പറഞ്ഞത് ആരാ ഉണ്ടാക്കിയെന്ന്. അതെ റാം, ഞാനാ ഉണ്ടാക്കിയത്. എന്തിനാ ഈ കോഫിയിൽ ഉപ്പിട്ടത്? കോഫിക്കകത്ത് ഉപ്പോ? നീ എന്തേ പറയുന്നു രാമ? അതെ മുത്തശ്ശ, നമ്മുടെയൊക്കെ കോഫിയിൽ മധുരമാണുള്ളത്. അശോകിന്റെയും അഞ്ജുവിന്റെയും കോഫിയിൽ മാത്രം ഉപ്പ്. അതെങ്ങനെ സംഭവിച്ചേ? അപ്പൊ വേണമെന്ന് വെച്ച് ആരോ ചെയ്തതല്ലേ? How could you do this, Mema?